മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ അലന്റെ ജീവൻ പൊലിഞ്ഞത് വീട്ടിലെത്താൻ 100 മീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോൾ 3 മാസം മുമ്പേ പ്രദേശത്ത് കാട്ടാന എത്തുന്നതായും നാശനഷ്ടങ്ങൾ വരുത്തുന്നതായും കാണിച്ച് നാട്ടുകാർ ഡിഎഫ്ഒയ്ക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഒരു നടപടിയും കൈക്കൊള്ളാത്തതാണ് ഇപ്പോഴത്തെ ദുരന്തത്തിന് കാരണമെന്നാണ് പ്രദേശത്തുള്ളവർ ആരോപിക്കുന്നത്. ഞായറാഴ്ച മുണ്ടൂരിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. മഴ മാറിയ സമയത്താണ് കണ്ണാടംചോലയിൽ അപകടമുണ്ടായത്. മുണ്ടൂർ പഞ്ചായത്തിലെ 4-ാം വാർഡ് വലിയപറമ്പ്, 5-ാം വാർഡ് ഒടുവങ്ങാട് എന്നിവിടങ്ങളിലായിട്ടാണ് അത്താണിപ്പറമ്പ്, കണ്ണാടംചോല പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ 40ഓളം വീട്ടുകാർ വർഷങ്ങളായി വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കൃഷിയും മരങ്ങളും ചക്കയും മറ്റും നശിപ്പിക്കുന്നതിനു പുറമെ രാപ്പകലില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുമാണ്. 3 ദിവസമായി പ്രദേശത്ത് 3 ആനകൾ ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയിട്ട്. ഇരുട്ട് പരക്കുന്നതോടെ ആനകളെത്തും. പിന്നെ വീടുകളിൽ നിന്ന് ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തുപോയാൽ തിരിച്ചെത്തുന്നതുവരെ ആദിയോടെയാണ് വീട്ടുകാർ കഴിയുന്നത്. അതേസമയം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിക്കും. വ്യാഴാഴ്ച മൈലമ്പുള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. യുടിവി ന്യൂസ്, പാലക്കാട്.